ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം കൈവരിക്കുക എന്നാൽ ഓരോ വ്യക്തിയും അവരുടെ മനസ്സിനെ വികസിപ്പിക്കാൻ തയ്യാറാവുക എന്നാണ്. കാരണം മനസ്സ് വികസിക്കുന്നിടത്താണ് ജീവിത വിജയം. അപ്പോൾ ഈ മനസ്സ് വികസിക്കുക എന്ന വാക്ക് നമ്മളെപ്പോഴും പറയുന്ന കേൾക്കുന്ന വാക്കാണെങ്കിലും നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ ആ മനസ്സിൻ്റെ തലത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ മനസ്സിനെ വികസിപ്പിക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ ഏതൊന്നിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലായിരിക്കും നിരന്തരം അവരുടെ ശ്രദ്ധയിരിക്കുന്നത്. നമ്മളാരും മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പഠിച്ചവരല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ലക്ഷ്യങ്ങൾ വെച്ച് പണിയെടുക്കുമ്പോൾ നമ്മൾ അവരവരുടെ ഒന്നുകിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ ഇതിലൊക്കെയാണ് നമ്മളങ്ങനെ ശ്രദ്ധ വയ്ക്കാറ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധ വയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിൽ ചില കോംപ്ലക്സുകൾ നമ്മളെ വേട്ടയാടാറുണ്ട്. പലർക്കും വേണ്ട പോലെ അവരുടെ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത കാര്യം, ചിലർക്കും വേണ്ടത്ര അതിനെക്കുറിച്ച് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്ത പ്രശ്നം. പല ആളുകൾ ഈവൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഞാൻ ഇത് ആധികാരികമായി പറയുന്നു എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരു വെല്ലുവിളി എന്നുള്ള നിലയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഒരു ടെസ്റ്റിന് വിധേയമാക്കുകയാണെങ്കിൽ, അതായത് ആ സ്ഥലത്തുള്ള ജോലിയെ സംബന്ധിച്ചും ഫയലുകളെക്കുറിച്ചുള്ള ഒരു ടെസ്റ്റിന് വിധേയമാക്കുകയാണെങ്കിൽ അതിലൊരു 70% ആളുകളും പരാജിതരായിരിക്കും. ഞാൻ ഇത്രയും എടുത്തു പറയാൻ കാരണം പലർക്കും അവരവരുടെ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര വ്യക്തമായ അറിവില്ല എന്നതിൻ്റെ തെളിവാണ് ആളുകൾക്ക് ഇത്രയും പരാതികളും പ്രശ്നങ്ങളും. അപ്പോൾ നോക്കൂ, നിങ്ങൾ കൃത്യമായി ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വാളിഫയിങ് ടെസ്റ്റ്. അമേരിക്കയിലൊക്കെ പലപ്പോഴും ഈ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ അവർക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് പല പ്രൊഫഷണൽ സ്ഥലങ്ങളിലും അവർ വീണ്ടും ഇൻ്റർവ്യൂ വയ്ക്കും, അവർ പ്രൊമോഷൻ കൊടുക്കാൻ ഇൻ്റർവ്യൂ വയ്ക്കും, ഒരാളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് നോക്കും, അവരെത്ര ഫയലുകൾ കൈകാര്യം ചെയ്തു. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രൊമോഷണൽ ടെസ്റ്റുകൾ, ഇപ്പോൾ ബാങ്കിലൊക്കെ ഉണ്ടല്ലോ ടെസ്റ്റുകൾ, അതുപോലുള്ള ടെസ്റ്റുകൾ നമ്മുടെ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് പ്രൊമോട്ട് ചെയ്തു പോവുകയാണ്. അതുപോലെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിനൊന്നും എതിരല്ല, പക്ഷേ ഇതിൽ കഷ്ടപ്പെടുന്നത് സാധാരണ പൊതുസമൂഹമാണ്. കാരണം ഓരോരുത്തരും അവരവർക്ക് എങ്ങനെയോ ചില ശുപാർശയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ എഴുതി അവർ അവിടെ റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടി, പക്ഷേ ചെയ്യേണ്ട വർക്കിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ പോയാൽ അതുകൊണ്ട് ആർക്കാ നഷ്ടം? പൊതുജനങ്ങൾക്ക്. 2 തരത്തിൽ. ഒന്ന്, അവർ കൊടുക്കുന്ന ടാക്സിലെ ശമ്പളം കൊടുക്കണം ഇവർക്ക്. രണ്ടാമത്തത്, ഇവർ ഈ പൊതുജനങ്ങളെ സേവിക്കുന്നതിൽ അവർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഫയലുകളിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കും. ഇപ്പം ഞാൻ ആരെയും കുറ്റം പറയില്ല, ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാം, അംഗീകരിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് അതിനനുസരിച്ചൊക്കെ ഗവൺമെൻറ് പറയും, ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യും, ഞങ്ങൾ ഇനി ശ്രദ്ധ വയ്ക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പറച്ചിലല്ലാതെ ഇതൊന്നും പ്രായോഗികമാക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റാറില്ല. കാരണം അൾട്ടിമേറ്റ്ലി വോട്ട് ബാങ്കിനെ ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഈ ജീവിതത്തിൻ്റെ മനോവികാസം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമ്മൾ മനസ്സിലാക്കണം, മനസ്സിൻ്റെ വികാസത്തിലാണ് മനുഷ്യന് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ആത്മധൈര്യവുമുള്ളത്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? മനസ്സിൻ്റെ സന്തോഷത്തിനാണ്, മനസ്സിൻ്റെ സുഖത്തിനാണ്, മനസ്സിൻ്റെ സംതൃപ്തിക്കാണ്. അല്ല, നിങ്ങൾ പറയില്ല എനിക്കൊരു സന്തോഷം തോന്നില്ല, എനിക്കൊരു സുഖം തോന്നില്ല ഇവിടെ, അതുകൊണ്ട്. അപ്പം മനസ്സിന് സന്തോഷം തോന്നുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് മനസ്സ് വികസിക്കുക തന്നെ വേണം. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് വൈകാരികമായ നമ്മുടെ ബുദ്ധിയുടെയും വൈകാരികമായ കേന്ദ്രമാണ് മനസ്സെന്ന് പറയുന്നത്.
അപ്പോൾ ഈ മനസ്സ് ചഞ്ചലമാകും തോറും ചഞ്ചലമായൊരു മനസ്സ് വേണ്ടത്ര ഫോക്കസ് ചെയ്യില്ല. അതിനെന്തിനാ അത് ചഞ്ചലമാവാൻ കാരണം സ്വാർത്ഥനിഷ്ഠമായ കുറേ ചിന്തകൾ. അപ്പം നമ്മുടെ ആ സ്വാർത്ഥ ചിന്തകളെ വിട്ട് നമ്മൾ മനസ്സിനെ നാം ചെയ്യുന്ന കർമ്മമേഖലകളിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിലൊക്കെ ശരിക്കും ഫോക്കസ് ചെയ്ത് അതിൽ അലിഞ്ഞ് ആസ്വദിച്ച് പണിയെടുക്കണമെങ്കിൽ മനസ്സിനെ ഫോക്കസ് ചെയ്യാനുള്ള അലിയാനുള്ള കഴിവുണ്ടാവണം. മനസ്സിന് ചില പരിശീലനങ്ങളില്ലെങ്കിൽ നമുക്ക് ആ മനസ്സിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. നോക്കൂ, ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾ അവിടുന്ന് വെള്ളം കുടിച്ച് ചാവും. അത് ഓരോ കാര്യത്തിലും. ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു വാഹനത്തിൽ ഇരുത്തിയിട്ട് എന്താ കാര്യം? സൈക്ലിംഗ് അറിയില്ലെങ്കിൽ നിങ്ങളൊരു സൈക്കിളിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് എന്താ കാര്യം? ഇപ്പം എല്ലാറ്റിനും നമുക്കൊരു പരിശീലനം, ഒരു ട്രെയിനിങ് എങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയാണ് കർമ്മമേഖലകളിൽ ആളുകൾക്ക് ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പരിശീലനം. അതിൻ്റെ പേരാണ് കൃഷ്ണൻ യജ്ഞം എന്ന് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ ഭഗവാൻ യജ്ഞം എന്ന വാക്ക് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു ഏത് തരത്തിലുള്ള യജ്ഞമായാലും. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രതയും അതുപോലെ മനസ്സിനെ ലയവും പരിശീലിപ്പിക്കുന്ന പദ്ധതികൾ, സാധനകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം രീതികൾ. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് മനസ്സിനെ ഏകാഗ്രതയും അതുപോലെ ലയവും പരിശീലിപ്പിക്കാം. അപ്പം അതിന് എളുപ്പമായൊരു മാർഗമാണ് മന്ത്രസാധനകളൊക്കെ. രാവിലെ എണീറ്റ് കുറച്ച് നേരം നിവർന്നിരുന്ന് പ്രാണായാമവും ചെയ്ത് പ്രണവോപാസനയൊക്കെ പരിശീലിക്കുക. അപ്പം അങ്ങനെയൊക്കെ പരിശീലിക്കുമ്പോൾ മനസ്സ് ക്രമേണ നാം ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ഒരു ഏകാഗ്രമായി വന്ന് ലയിക്കുമ്പോൾ പിന്നെ കർമ്മമേഖലയിൽ അതിനെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം യുവർ മൈൻഡ് ഈസ് ഓൾറെഡി ക്വാളിഫൈഡ്, ട്രെയിൻഡാണ്, പരിശീലനം കിട്ടിയിട്ട്. നിങ്ങൾ നോക്കൂ, പണ്ട് കാലത്തേക്ക് ഈ നാടകമൊക്കെ സ്റ്റേജിൽ കളിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം റിഹേഴ്സൽ, എന്നിട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഈ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് സ്റ്റേജിലെത്തുമ്പോൾ ഭ്രമം വരുമ്പോൾ ഒക്കെ മറന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ ആരോട് ഏത് ഡയലോഗ് പറയേണ്ടതെന്നൊക്കെ മറന്നു. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമ പലപ്പോഴും വൈകിട്ട് ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നാടകം. അപ്പോൾ അതുകൊണ്ട് നാടകമൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം പിള്ളേരൊക്കെ ഉറക്കം തൂങ്ങിയിട്ടുണ്ടാവും. ആ ഉറക്കമൊക്കെ തൂങ്ങിയ ആകെ ആ വെളിപാടിലായിരിക്കും അവൻ സ്റ്റേജിൽ കയറി വരുന്നത്. അപ്പോൾ ഡയലോഗൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാൻ പണ്ട് സ്കൂളിൽ ചിന്മയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്കൂളിൽ ഡ്രാമ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ രംഗം ഓർമ്മ വരികയാണ്. അപ്പോൾ അമ്മ അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് മകനെ ശാസിക്കുക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതാവർത്തിക്കരുത്, ഇനി എങ്ങാനും നീ ആവർത്തിച്ചാൽ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, എന്തോ ഒരു ഡയലോഗ് പറയണം. അപ്പോൾ ഈ ഉറക്കപ്പിച്ചിൻ്റെ ഇടയിൽ അമ്മ അച്ഛനോട്, നിന്നോട് ഞാൻ അനവധി തവണ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ. അപ്പോൾ ഈ അച്ഛൻ പറയാം, എന്നോടല്ല അവനോട് പറ. കാരണം ആരോട് എന്താ പറയേണ്ടത്? എന്നിട്ട് അവൻ പറയേണ്ടത് സ്റ്റേജിലുള്ള എല്ലാവരും നാടകം കേൾക്കുന്നവരൊക്കെ കേൾക്കുക, എന്നോടല്ല അവനോട് പറ. ഈ കുട്ടി ഓർമ്മയില് ആരോടാ പറയുന്നത്? പിന്നെയാണ് മകൻ അപ്പുറത്തായിരിക്കുന്നത്, മകൻ്റെ നേരെ നോക്കിയിട്ട് ഡയലോഗ് അടിക്കുന്നത്. അപ്പം മകൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് പറയാണ്, അമ്മയ്ക്ക് അച്ഛനെയും എന്നെയും തിരിച്ചറിയാൻ പറ്റിയില്ലേ, പിന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം അവൻ കിട്ടിയ ചാൻസ് ഇട്ടിട്ട് അവിടെ ഒരു ഡയലോഗ് അവൻ്റെ വകയാണ് ചേർത്ത് വിട്ടു. അപ്പം മാഷ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതല്ലടാ ഡയലോഗ്, അടുത്ത ഡയലോഗ് ഇതാണെന്ന്. ഇങ്ങനെ ബഹുരസമായിരുന്നു അന്നത്തെ ആ പ്രോഗ്രാം കുട്ടികളുടെ. അപ്പോൾ അവർ ആവിഷ്കാരം കൊണ്ടുവന്ന് അവരുടെ സ്വന്തം. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്. അപ്പം നമ്മുടെ വീടുകളിലിരുന്ന് രാവിലെ ഇരുന്ന് പ്രാണായാമവും പ്രണവോപാസിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു കൊണ്ട് നാമജപം അങ്ങനെ പലതും പരിശീലിച്ച്, അത് നിങ്ങൾ പള്ളികളിലായാലും കുഴപ്പമില്ല, ക്രിസ്ത്യൻ പള്ളിയിലായാലും ഇസ്ലാം പള്ളികൾ നോക്കൂ, എന്തൊരു ഫ്രീഡമാണ്. മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഇന്ന മന്ത്രമേ ചൊല്ലാവൂ എന്നില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഹിന്ദു മതത്തിൽ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ്. നമ്മൾ കേരളീയർ വാസുദേവ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബംഗാളിൽ പോയിട്ട് വാസുദേവ എന്ന് പറഞ്ഞു, വാസുദേവനാവും അവർക്ക്, വാസുദേവനാണ്. അപ്പോൾ വായെല്ലാം ഭായായി മാറും. നിങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഓരോരുത്തരുടെയും ഉച്ചാരണം വ്യത്യസ്തമാണ്. എന്ന് വെച്ചിട്ട് കൃഷ്ണൻ എന്താ ദേഷ്യപ്പെടുമോ? നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ കൃഷ്ണനെ ഠാക്കൂർ എന്നോ കൃഷ്ണകനയ്യ എന്തൊക്കെ പേരുകളാണ് കൃഷ്ണനെ വിളിക്കുക. അങ്ങനെ കൃഷ്ണൻ അനവധി പേരുകൾ. ഗുജറാത്തിലൊരു ക്ഷേത്രം തന്നെയുണ്ട് കൃഷ്ണൻ്റെ പേരിൽ.
അവിടെ കൃഷ്ണന് പേരിട്ടിരിക്കുന്നത് രൺചോർ, എന്താണ് ഈ രണഭൂമിയിൽ, ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഇതാ ഓർക്കുന്നിങ്ങനെ, രണഭൂമിയിൽ തോറ്റവെന്ന്, തോറ്റുപോയവൻ. കൃഷ്ണന് ആ ക്ഷേത്രത്തിൻ്റെ പേര് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ബറോഡയ്ക്കൻ്റെ അടുത്ത ഒരു സ്ഥലമാണ് തോന്നുന്നത്. കൃഷ്ണൻ ഓടിപ്പോയൊരു സ്ഥലം എന്നുള്ള രീതിയിൽ പേടിച്ചോടിയ ഒരു ഒരു അങ്ങനെ പേടിച്ചോടുന്ന ആ കൃഷ്ണൻ്റെ ഒരു രൂപമാണ് അവിടെ വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ പിന്നെ അതുപോലെ മക്കൻ ചോർ, അങ്ങനെ പലതുമുണ്ട്. കൃഷ്ണൻ വെണ്ണകട്ട കൃഷ്ണൻ. ഇങ്ങനെ പല മന്ത്രങ്ങളിൽ, പല രൂപങ്ങളിൽ ഇതൊക്കെ ഭാരതത്തിൽ അംഗീകരിച്ചത്, ഉൾക്കൊണ്ടത്. കാരണം ഏത് മാർഗത്തിലൂടെ പോയാലും ഭഗവാൻ പറയണത് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും മനസ്സിൻ്റെ അർപ്പണത്തിലാണ്. കാരണം മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ അർപ്പണവുമാണ് മനസ്സിൻ്റെ വികാസത്തിന് പ്രധാനമായി വേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് മാർഗത്തെ അവലംബിക്കുന്നു എന്നുള്ളതല്ല, അതാണ് ഇതര മതങ്ങൾക്കൊക്കെ പറ്റിയ പരാജയം. അവർ മാർഗത്തെ മുറുകെ പിടിച്ചു. ഞങ്ങളുടെ മാർഗം അല്ലാതെ നിങ്ങൾക്ക് മോചനമില്ല. ഹല്ലേലൂയ പറഞ്ഞാൽ മാത്രമേ ദൈവം കേൾക്കുള്ളൂ. ഗുരുവായൂരപ്പ പറഞ്ഞാൽ കേൾക്കില്ല. അതുപോലെ വേറൊരു കൂട്ടർ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാലേ ദൈവം കേൾക്കുള്ളൂ, വേറെ ഒരു ദൈവത്തിൻ്റെ പേര് വിളിക്കരുത്, അതൊക്കെ ദൈവമല്ലാന്ന്, കാഫിറുകളാണ്. അപ്പോൾ ഈ തരത്തിലുള്ള അങ്ങേയറ്റത്തെ അസംബന്ധമായിട്ടുള്ള ഒട്ടും അസഹിഷ്ണുത വെച്ചുകൊണ്ടുള്ള ചില ദുർബല ചിന്തകൾ, നാരോ മൈൻഡഡ്നെസ്, സങ്കുചിത ചിന്തകൾ, അത് ഭാരതത്തിലില്ല. നിങ്ങൾ ഏത് മന്ത്രമാവട്ടെ, ഞാൻ പറഞ്ഞില്ലേ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ട്, ഭാഗവതത്തിലെ വരികളാണ്. കേന പ്രകാരേണ, ഏത് പ്രകാരത്തിലായാലും ശരി, മാർഗമേതായാലും ശരി, മനകൃഷ്ണേ നിവേശ്യത്, മനസ്സിനെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് മൈൻഡ്. മൈൻഡ് യുവർ മൈൻഡ്. എന്തൊരു ഭംഗിയാണ് നോക്കൂ, ക്ലിയർ ആക്കുകയാണ് നമുക്ക് കാര്യം. നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോയാലും ശരി, നിങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ പോയാലും, ശോറ്റാനിക്കര പോയാലും ശരി, നിങ്ങൾ ഏത് ക്ഷേത്രത്തിലായാലും ശരി, ഇനി പൂജാമുറിയിലായാലും, മൈൻഡ് യുവർ മൈൻഡ്. സാധാരണ പണ്ടൊക്കെ എഴുതി വയ്ക്കാം മൈൻഡ് യുവർ ഹെഡ് എന്നാണ്, കാരണം തലമുട്ടാൻ സാധ്യത ഉണ്ടാകും പലയിടത്തും. ഇവിടെ മൈൻഡ് യുവർ മൈൻഡ്. അതെപ്പോഴും ഓർക്കുക, എൻ്റെ മനസ്സിനെ ഞാൻ അർപ്പിക്കുന്നുണ്ടോ, മനസ്സിനെ ഞാൻ പരിപൂർണമായി അങ്ങോട്ട് ലയിപ്പിക്കുന്നുണ്ടോ, സമർപ്പിക്കുന്നുണ്ടോ, അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇപ്രകാരം മനസ്സിന് ചില പരിശീലനങ്ങൾ കൊടുത്ത് ആ മനസ്സിനെ ആരാണോ അവനവൻ്റെ കർമ്മമേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്, അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും സാധാരണ ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ സാധനകൾ നിങ്ങൾ കൃത്യനിഷ്ഠമായി അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളിൽ പരിവർത്തനമുണ്ടാവും. നാം വായിച്ചെത്തിയത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകമാണ്. നമുക്കൊന്നുകൂടി ചൊല്ലാം, എന്നിട്ട് നമുക്കതിൻ്റെ അർത്ഥം പരിപൂർണമായി ഗ്രഹിച്ച് അതിനടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്യതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം. അപരേ നിയതാഹാര, ചില ആളുകൾ ആഹാരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു, ആഹാരത്തിൽ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഡയറ്റിംഗ് അല്ല, വെറുതെ ചില വ്രതങ്ങളുടെ പേരിൽ ശരീരത്തെ തപിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതല്ല, ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. പിന്നെ ശരീരത്തിന് എത്ര ആവശ്യമുണ്ട് ഊർജം, അനാവശ്യമായ ഊർജം കൊടുക്കാതെ, അതായത് മനസ്സസ്വസ്ഥമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ വെറുതെ താളം തെറ്റാൻ അനുവദിക്കാതെ അതിന് പറ്റുന്ന കുറച്ച് സാത്വിക ആഹാരമൊക്കെ കഴിച്ച്, അതുപോലെ ഇന്ദ്രിയങ്ങൾക്കും അനാവശ്യമായി ഒരു അഡിക്ഷൻ കൊടുക്കാതെ എന്തിനും ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട്, ഞാൻ പറയില്ലേ ടി വിയിലോ മൊബൈലിലോ അതുപോലെ ഏതൊക്കെ കാര്യത്തിൽ മനുഷ്യന് അമിതമായ ഒരു അറ്റാച്ച്മെൻറ്റും അതുപോലെ അഡിക്ഷനും വന്നാൽ അത് നാളെ മനസ്സിൻ്റെ താളം തെറ്റിക്കും. ഇന്ന് നിങ്ങളതറിയില്ല. യുവാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്നതൊക്കെ രസമായിരിക്കും. കള്ളു കുടിക്കാൻ കൂട്ടുകാരുണ്ടാവും, അതുപോലെ കഞ്ചാവ് വലിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നാളെ നിങ്ങൾക്ക് അതിൽ നിന്നും വിട്ടുപോരാൻ പറ്റാതെ വന്നാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, രൂപപ്പെടുന്നത് അസ്വസ്ഥതയും അശാന്തിയും അക്രമവും അവസാനം ആത്മനാശവും ഉണ്ടാക്കുന്ന മനസ്സായിരിക്കും.
ഇത് നിങ്ങൾ കാണുകയേയില്ല, നിങ്ങൾ അറിയുകയില്ല. നിങ്ങൾ കണ്ടില്ലേ വരി വരിയായി പോകുന്ന ഉറുമ്പ്? ആ ഉറുമ്പെങ്ങാനും ഒരു മുറിച്ചു വെച്ച ചക്കയിൽ കയറി ആ മധുരം ആസ്വദിച്ച് അങ്ങനെ ഇറക്കുമ്പോൾ ആ പാവം ഉറുമ്പറിയുന്നില്ല അതിൻ്റെ പശയിൽ ഒട്ടിപ്പിടിച്ച് ഇനി എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. ആ മധുരത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മധുരത്തോട് ചേർത്ത്, അല്ലെങ്കിൽ ആ മധുരത്തിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശ, നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നതിനെ, ആ പശയിൽ ഒട്ടിപ്പിടിച്ചാൽ ഉറുമ്പിന് പുറത്തു വരാൻ പറ്റില്ല. ഇതുപോലെയാണ് നാം അനുഭവിക്കുന്ന സുഖങ്ങളിലൊക്കെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന അഡിക്ഷൻ വന്നുപോയാൽ അശാന്തവും അസ്വസ്ഥവും അക്രമവും ആയിത്തീരുന്ന മനസ്സ് ആത്മനാശത്തിലേക്ക് വരും എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന യുവത്വത്തിൻ്റെ സർവനാശത്തിൻ്റെ ചിത്രം. ഇത് ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല. മദ്യപിച്ച് അച്ഛനെ ആക്രമിക്കുന്നു, അമ്മയെ ആക്രമിക്കുന്നു, ഭാര്യയെ കൊല്ലുന്ന കാഴ്ചകളൊക്കെ ദിനം പ്രതി പത്രത്തിൽ വായിക്കുന്നവരല്ലേ നമ്മൾ. അപ്പം അതുകൊണ്ട് ഒരു അഡിക്ഷനും നമ്മളെ തളർത്തരുത്. എല്ലാറ്റിനും ഒരു ആത്മനിയന്ത്രണം, അതാണ് നിയതാഹാരം. അപ്പം അതിന് ചില കൃത്യനിഷ്ഠകൾ. രാവിലെ എണീറ്റാൽ ഇത്ര സമയത്ത് അമ്പലത്തിൽ പോവും, അല്ലെങ്കിൽ ജപം ചെയ്യും. വൈകുന്നേരം ഇത്ര സമയത്ത് ഞാൻ ജപം ചെയ്യും. രാത്രി ഒരു അധ്യായമെങ്കിലും ഭാഗവതം വായിക്കും. അങ്ങനെയൊക്കെ ചില നിഷ്ഠകൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുക. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം പറയും, കുറച്ച് സമയത്തേക്ക് അധികമൊന്നും സമയം വേണ്ട, കുറച്ചെങ്കിലും നിങ്ങൾ ഗേയം ഗീതാനാമസഹസ്രം ധേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസങ്കേചിത്തം ധേയം ദീനജനായ ച വിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്താ പറയണത്? അല്പസമയം ഗേയം ഗീതാ നാമസഹസ്രം അതൊരു ശീലമായിട്ട് ചിട്ടയായിട്ട് കൊണ്ടു നടക്കുക. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, ഡെയിലി ഒരു ദിവസം പോലും വിട്ടുപോകാതെ വൈകുന്നേരവും എല്ലാ ദിവസവും നിങ്ങൾ ലളിതാ സഹസ്രനാമവും ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ നാരായണീ സ്തുതിയും ഡെയിലി വായിച്ചു നോക്കൂ. ഞാൻ വ്യക്തമായി പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്ത് പല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഡെയിലി ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഒരു പരിശീലനം എന്നതിനേക്കാളുപരി ഒരു കൃത്യനിഷ്ഠയായിട്ട് നിങ്ങളത് അനുഷ്ഠിക്കുക. ഞാൻ പരിശീലനം എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ യാന്ത്രികമായിട്ട് പരിശീലിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഒരു ജീവിതത്തിൽ അനുഷ്ഠാനമായിട്ട് കൊണ്ടു നടക്കുക. ഞാനിത് ചെയ്തിരിക്കും, കിടക്കുന്നതിന് മുമ്പ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇത് വായിച്ചിരിക്കും, ഞാനിത് ചെയ്തിരിക്കും. ഡെയിലി നിങ്ങൾക്ക് കാണാം പലതും നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് നടക്കുന്നത്. എല്ലാം നടക്കും എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നടന്നില്ലെങ്കിലും അതിന് പരിഹാരം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കും. സം വേ യു ക്യാൻ സോൾവ് ഇറ്റ്. അത്ര ഒരു ഗംഭീര്യത, ഗ്രേറ്റ്നെസ് ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്ന ഈ സാധന നിങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനത്തിൽ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട്, മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് പരിശീലിക്കുക. ഇതൊരു പരിശീലനമാണ്. ഞാൻ അനുഷ്ഠാനം എന്ന് പറയുമ്പോഴും പരിശീലനം. കാരണം ഏകാഗ്രത എന്നത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഏകാഗ്രത നേടിയെടുക്കാൻ അമ്മമാരൊക്കെ പറയും, കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ല, കുട്ടിക്ക് ഒരു ധൈര്യം ഇല്ല, കുട്ടിക്ക് ഒട്ടും ശ്രദ്ധ ഇല്ല എന്നൊക്കെ. ഞാൻ അമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ കുട്ടിക്ക് ശ്രദ്ധ വേണം എന്നുണ്ടെങ്കിൽ ദിവസവും ഒരു 21 പ്രാവശ്യം ഓം എന്ന് ചൊല്ലിച്ചു നോക്കൂ. ആ ശബ്ദത്തിലേക്ക് മനസ്സ് കോൺസെൻട്രേറ്റഡ് ആവും. ആ കോൺസെൻട്രേറ്റഡ് ആവുന്ന മനസ്സിന് ക്രമേണ ആ കുട്ടി പഠിക്കുന്നതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പരിശീലനമുണ്ടെങ്കിലേ വേറൊരിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം അതുകൊണ്ട് നിരന്തരമായ പരിശീലനങ്ങളെ കൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രതയും അർപ്പണവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ആരാണോ അതിനുവേണ്ടി സർവേബി അങ്ങനെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും അർപ്പണത്തിനും വേണ്ടി ആത്മാർത്ഥതയോടെ ആരാണോ പരിശീലിക്കുന്നത്, സർവം അവരെല്ലാവരും സർവേപി യജ്ഞവിദ യഥാർത്ഥമായി യജ്ഞം ചെയ്യുന്നവരാണ്. ഇപ്പം കൃഷ്ണൻ്റെ ഭാഷയിൽ യജ്ഞം എന്ന് പറഞ്ഞാൽ ചടങ്ങല്ല. ഹോമകുണ്ഡത്തിൻ്റെ മുന്നിലിരുന്നാലും പൂജാമുറിയിലിരുന്നാലും നിങ്ങൾ വലിയ ക്ഷേത്രത്തിൽ, ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ മുന്നിലിരിക്കണു, ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരിക്കണു, ചോറ്റാനിക്കൽ ചോറ്റാനിക്കരമ്മയുടെ മുന്നിലിരിക്കുന്നു, കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിലിരിക്കുന്നു. ഏത് പ്രസിദ്ധമായ ക്ഷേത്രമായാലും ശരി, എനിക്ക് ഹിന്ദു സമൂഹത്തോട് പറയാനുള്ളത്, ഭഗവാൻ നോക്കുന്നത് എങ്ങനെ പൂജ ചെയ്യുന്നു എന്നുള്ളതല്ല, മനസ്സ് എത്രമാത്രം ചെയ്യുന്നതിൽ അർപ്പിതമായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശബരിമലയിൽ ഞാനൊരു ഉദാഹരണം പറയണം. ഒരു പൂജാരി മനസ്സ് അർപ്പിക്കാതെ ചെയ്യുന്ന പൂജയും ഒരു ഗൃഹത്തിലിരുന്നു കൊണ്ട് ഒരു സാധാരണ ഗൃഹസ്ഥൻ മനസ്സർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതും ഏതാണ് ശ്രേഷ്ഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പൂജാമുറിയിലിരുന്ന് മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പൂജയാണ്. കാരണം മനസ്സിൻ്റെ അർപ്പണം, മയി അർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത, ഗീതയിൽ വരും, 12-ാം അധ്യായത്തിൽ വരും. അപ്പം ആ മനസ്സിൻ്റെ അർപ്പണം അതാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ അറിയണം. നിങ്ങൾ എത്ര തവണ ഗുരുവായൂരിൽ പോയി, എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്നുണ്ടോ, എത്ര തവണ നാരായണീയം വായിച്ചു, എല്ലാ ദിവസവും നിങ്ങൾ മന്ത്രം, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്പനേരമെങ്കിലും ആ മഹത്തായ കർമ്മത്തിൽ മുഴുകുന്നുവെങ്കിൽ നിങ്ങളാണ് സർവാധരണീയർ, യജ്ഞവിദ, ശ്രേഷ്ഠന്മാരാണവർ. കാരണം അവരെ മനസ്സിനെ അർപ്പിക്കാൻ അവർ പരിശീലിച്ചിട്ടുണ്ട്. യജ്ഞക്ഷപിത കൽമഷ, അങ്ങനെയുള്ളവർക്ക് കൽമഷം ക്ഷപിതം, ക്ഷപിതം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോവുക, കൽമഷം ക്രമേണ ശക്തി കുറയുക. അതെന്താണത്? നാം നാമസങ്കീർത്തനാദി ചിന്തകളിൽ മുഴുകുന്തോറും നേരത്തെ ഉണ്ടായ സ്വാർത്ഥനിഷ്ഠമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ വാസനാത്മകമായ ചിന്തയിലുള്ള ലയം കുറഞ്ഞു വരും. അതായത് കിട്ടേണ്ടതാണ് സുഖമെന്ന ചിന്തയിൽ നിന്ന് ഉള്ളിലുള്ളതാണ് സുഖമെന്ന ചിന്തയിലേക്ക് നാം ഉയരും. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സുഖം. അതിന് മനസ്സ് ലയിക്കുമ്പോൾ അതെനിക്ക് അറിയുന്നുണ്ട്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആത്മ ആസ്വാദനം കൂടുന്തോറും ആഴണം വാഴണം നിൻ മഹസാം ആഴിയിൽ, പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാരായ അങ്ങനെയുള്ള ആളുകൾക്ക് പുറമേ നിന്ന് കിട്ടുന്നതാണ് സുഖമെന്ന ആ സ്വാർത്ഥ ചിന്തയുടെ തീവ്രത കുറഞ്ഞു വരും. ഇതിൻ്റെ പേരാണ് ക്ഷപിത കൽമഷ. അവരുടെ കൽമഷങ്ങൾ കുറഞ്ഞു വരും. അപ്രകാരം ഉള്ളൊരു വ്യക്തിയുടെ മനസ്സ് ക്രമേണ ഒരു പൂ വിടരുന്നത് പോലെ അത് വികസിച്ചുകൊണ്ട് ആത്മസുഖവും, മനസ്സ് വികസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ഉള്ളിലൊരു പൂ കിടക്കുന്നുണ്ട് എന്ന്. അതൊരു സാങ്കല്പിക ഭാഷയാണ്, പ്രതീകാത്മ ഭാഷയാണ്. അതിനർത്ഥം മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ ആഴം കൂടും, സംതൃപ്തിയുടെ ആഴം കൂടും, മനോബലത്തിൻ്റെ ശക്തിയുടെ, ധൈര്യത്തിൻ്റെ തീവ്രത കൂടും. അതല്ലേ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്രകാരം ഓരോ വ്യക്തിക്കും മനസ്സിനെ വികസിപ്പിച്ച് സർവശ്രേഷ്ഠരാവാൻ സാധിക്കും. തുടർന്ന് വീണ്ടും കൃഷ്ണൻ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ അതിഗംഭീരമായിട്ട് ഒരു വ്യക്തി എങ്ങനെ ജീവിച്ചാലാണ് ശരിക്കും ആ വ്യക്തിയുടെ മനസ്സിന് വികാസമുണ്ടാവുക എന്നത് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് കൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത